മറ്റു വാർത്തകളിലേക്ക്. നടൻ വിക്രമന് ഹൃദയാഘാതം. വിക്രത്തെ ചെന്നൈ കാവേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ട എന്നാണ് റിപ്പോർട്ടുകൾ. വിക്രത്തെ എൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കി. സജി ചെറിയാന് തെറ്റുപറ്റിയെന്ന് CPM. സജി ചെറിയാൻ തെറ്റ് മനസ്സിലാക്കിയതിനാലാണ് രാജിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. രാജി ഉചിതവും സന്ദർഭോചിതവുമായി. സജി ചെറിയാന് പകരം മന്ത്രി ഇപ്പോഴില്ല. AK സെന്റർ ആക്രമണ കേസിൽ പ്രതികളെ പിടികൂടാൻ സമയമെടുക്കുമെന്നും കോടിയേരി പറഞ്ഞു. ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ സജി ചെറിയാൻ പെട്ടെന്ന് തന്നെ രാജിവെക്കാൻ സന്നദ്ധമായി. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പാർട്ടി പോരാടുന്നത്. മന്ത്രി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച നടപടി ഉചിതവും സന്ദർഭോചിതവുമാണെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. മന്ത്രിസഭയിലെ ഒഴിവ് നികത്താൻ മറ്റൊരു മന്ത്രിയെ നിശ്ചയിക്കുന്ന കാര്യം ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. അത് സ്ഥിതിഗതികൾ നോക്കി പിന്നീട് തീരുമാനിക്കും. അത് മുഖ്യമന്ത്രിയാണ് അത് സംബന്ധിച്ച് വകുപ്പുകൾ വിവേചിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഗവർണർ നോട്ടിഫൈ ചെയ്തതോടുകൂടിയേ അത് പ്രാബല്യത്തിൽ വരുള്ളൂ. അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികൂല പിടികൂടാൻ സമയമെടുക്കും. കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ട് മാത്രമേ പ്രതികളെ പിടിക്കാൻ സാധിക്കൂ. ഊർജിതമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സജി ചെറിയാൻ MLA സ്ഥാനവും രാജിവെക്കണമെന്ന് KPC പ്രസിഡന്റ് K. സുധാകരൻ. സജി ചെറിയാൻ സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടനയെ അടിസ്ഥാനമാക്കിയാണ്. രാജ്യം സംബന്ധിച്ച CPM തീരുമാനത്തെ അടിസ്ഥാനമാക്കിയാവും കോൺഗ്രസ് സമരം തീരുമാനിക്കുക. വിമാനത്തിലെ പ്രതിഷേധത്തിൽ EP ജയരാജനെതിരെ കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കും. MLA-ഷിപ്പ് രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവരുടെ പ്രതികരണത്തെ പോലെ അവരുടെ പ്രതിഫലനം എങ്ങനെയാണ് അതിനനുസരിച്ച് ഞങ്ങൾ പ്രതികരിക്കും. കോടതി പോകും. ഞങ്ങൾ അദ്ദേഹത്തെ ഇതിനകത്ത് പ്രതിയാക്കിയിരിക്കും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ കോടതിയിൽ പോകും. ലീഗലി വി വിൽ ഫൈറ്റ് ഫോർ ഇറ്റ്. KK രമയ്ക്കെതിരെ എളമരം കരീം. MLA സ്ഥാനമുണ്ടെന്ന് കരുതി KK രമ അഹങ്കരിക്കേണ്ടെന്ന് എളമരം കരീം കോഴിക്കോട്ട് പറഞ്ഞു. വർഗശത്രുക്കളുമായി ചേർന്ന് രമ CPM-നെ വെല്ലുവിളിക്കുന്നുവെന്നും എളമരം കരീം പറഞ്ഞു. വർഗശത്രുക്കളുമായി ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കുക, കുറച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താൻ കഴിഞ്ഞുവെന്ന അഹങ്കാരത്തിൽ വലിയ പ്രകടനങ്ങൾ, സമ്മേളനങ്ങൾ. റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി. എന്താണ് റവല്യൂഷണറി? ഒരു MLA സ്ഥാനം കിട്ടിയെന്നുള്ളതുകൊണ്ട് ആരും അഹങ്കരിക്കരുത്. MLA ആവാൻ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു സ്ഥാനം ലഭിക്കാൻ ഈ വലിയ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തതിന്റെ പാരിതോഷികമായി കിട്ടിയതാണ് എന്നെങ്കിലും ധരിക്കണം. ഒറ്റുകൊടുത്തതിന്റെ പാരിതോഷികമായി ലഭിച്ച MLA സ്ഥാനം ഉപയോഗിച്ച് അഹങ്കരിക്കേണ്ട. അതൊന്നും വലിയ സ്ഥാനമാണെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ട. ആ സംഘത്തിന്റെ നിഗൂഢമായ ചതിവിൽ, അവരുടെ ചതിപ്രയോഗത്തിന്റെ രക്തസാക്ഷിയാണ് സഖാവ് CH അശോകൻ. പോലീസ് പീഡനം ആരോപിച്ച സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ. ഗൂഢാലോചന കേസിലെ ചോദ്യം ചെയ്യലിന്റെ പേരിൽ പോലീസ് പീഡിപ്പിക്കുന്നുവെന്ന് സ്വപ്ന ഹർജിയിൽ പറയുന്നു. രഹസ്യമൊഴിയിലെ വിശദാംശങ്ങളെക്കുറിച്ചാണ് പോലീസ് ചോദിച്ചതെന്നും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും ഹൈക്കോടതിയിൽ നൽകിയ ഉപഹർജിയിൽ പറഞ്ഞു. അതേസമയം ഗൂഢാലോചന കേസിന്റെ FIR റദ്ദാക്കണമെന്ന സ്വപ്നയുടെ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി. സ്വപ്ന സുരേഷിന് CBI നോട്ടീസ്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. തിങ്കളാഴ്ച രാവിലെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസിൽ പറയുന്നത്. കേസിൽ സരിത്തിനെ നേരത്തെ CBI ചോദ്യം ചെയ്തിരുന്നു. സ്വപ്ന സുരേഷിനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന സർക്കാർ നിലപാട് ക്രൂരതയാണെന്ന് പ്രതിപക്ഷ നേതാവ്. രഹസ്യമൊഴി കൊടുത്തതിന് കേസെടുക്കുകയാണ് സർക്കാർ. കേസിലെ മറ്റൊരു പ്രതിയായ M. ശിവശങ്കർ സർക്കാർ സെക്രട്ടറിയായിരിക്കുമ്പോൾ സ്വപ്നയുടെ ജോലി ഇല്ലാതാക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. മറ്റേയാൾ ഗവൺമെന്റ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഒരു പ്രതി. ഇവര് ഒരു കോടതി നിയമപരമായി കോടതിയുടെ പെർമിഷനോടുകൂടിയാണ് അവരൊരു വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ പേരിൽ അവർക്കെതിരായിട്ട് കേസെടുത്ത് അവരെ സമ്മർദ്ദത്തിലാക്കുന്നത് ശരിയല്ല. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്തിനെ ED ചോദ്യം ചെയ്യുന്നു. കള്ളപ്പണ കേസിലാണ് ചോദ്യം ചെയ്യുന്നത്. സ്വപ്നയുടെ രഹസ്യമൊഴിയും വെളിപ്പെടുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് വിളിച്ചു വരുത്തിയത്. അഭിഭാഷകയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയായ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ നവനീത് N. നാഥിന് ജാമ്യം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ നവനീതിനെ ജൂൺ 21-നാണ് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടവേള.
യൂത്ത് കോൺഗ്രസ് ക്യാമ്പിലെ പീഡന പരാതി ചെറിയ ചർച്ച മാത്രമാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. വിഷയം വലിയ ചർച്ചയാണല്ലോ എന്ന ചോദ്യത്തിനായിരുന്നു മറുപടി. വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. ചെറിയൊരു ചർച്ചയാണ്, അതൊരു ചെറിയൊരു ചർച്ചയാണ്. ഞാൻ ആ വിഷയം പഠിച്ചിട്ടില്ല. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റോട് അതിനെക്കുറിച്ച് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. പീഡന പരാതി ഉണ്ടെങ്കിൽ അത് സംഘടനയ്ക്കകത്ത് ഒതുക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. പരാതി ലഭിച്ചാൽ പോലീസിന് കൈമാറും. പങ്കെടുത്ത കുട്ടികളോട് ആശയവിനിമയം നടത്താൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സതീശൻ പറഞ്ഞു. അന്വേഷിക്കട്ടെ, ഇനി ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പോലീസ് അന്വേഷിക്കട്ടെ. ആകണമെന്നില്ലല്ലോ പല പരാതികളും. ശരിയായാലും തെറ്റായാലും ഞങ്ങളത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യും. പിന്നെ സംഘടനാപരമായ നടപടി സ്വീകരിക്കും. അത്തരക്കാരെ ഒരാളെയും ഈ പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കില്ല. അതൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പ്രശ്നമാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇതിന്റെ പേരിൽ ഒരാളെ ബലിയാടാക്കാൻ പറ്റില്ല. ഇല്ലാത്ത കാര്യത്തിൽ ഉണ്ടെന്നതിന് ചെറുതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് പരാതിയായിട്ട് തന്നെ ഫോർവേഡ് ചെയ്യും. പോക്സോ കേസിൽ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട നടൻ ശ്രീജിത്ത് രവി ഹൈക്കോടതിയെ സമീപിച്ചു. 2016 മുതൽ സ്വഭാവ വൈകല്യത്തിന് ചികിത്സയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. ജയിൽവാസം ആരോഗ്യനില മോശമാക്കുന്നുവെന്നും ഹർജിയിൽ പറയുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമിടയിൽ മറകെട്ടി ലിംഗസമത്വ ചർച്ച നടത്തിയതിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രതിഷേധം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കായി ചർച്ച സംഘടിപ്പിച്ചത്. ജെൻഡർ പൊളിറ്റിക്സും അതിനു പിന്നിലെ ജീവിതങ്ങളും എന്നായിരുന്നു വിഷയം. സംഭവവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് കോളേജ് യൂണിയൻ പ്രതികരിച്ചു. ജെൻഡർ പൊളിറ്റിക്സും അതിനു പിന്നിലെ ജീവിതങ്ങളും ആശയങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ സംവാദ പരിപാടിയിലാണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വെള്ളത്തുണി കൊണ്ട് മറച്ച് വേർതിരിച്ചത്. വിസ്ഡം നേതാവ് അബ്ദുള്ള ബേസിൽ ഉദ്ഘാടനം ചെയ്ത പരിപാടിയുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിയിച്ചിട്ടുണ്ട്. പരിപാടിക്കെതിരെ കോളേജ് യൂണിയനും രംഗത്തെത്തി. കോളേജിന്റെ പുറത്ത് ഒരു മതസംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിക്ക് കോളേജുമായോ യൂണിയനുമായോ യാതൊരു ബന്ധവുമില്ലെന്ന് കോളേജ് യൂണിയൻ പ്രതികരിച്ചു. നമ്മൾ കോളേജിലെ ബാക്കിയുള്ള വിദ്യാർത്ഥികളോ അതുമാത്രമല്ല കോളേജ് യൂണിയനോ ഭാരവാഹികളോ അഡ്മിനിസ്ട്രേഷനോ ഒന്നും തന്നെ അറിയാണ്ട് പുറത്തൊരു മതസംഘടന നടത്തിയൊരു പ്രോഗ്രാം ആയിരുന്നു ഇത്. യാതൊരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റും ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇതിൽ ഉണ്ടായിട്ടില്ല. അത് പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അങ്ങനെ അല്ല എന്നുള്ളത് വ്യക്തമാക്കുക കൂടിയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇസ്ലാം മതവിശ്വാസവുമായി ഇത്തരം വേർതിരിവുകൾക്ക് ബന്ധമില്ലെന്നും സംഭവം അപലപിക്കപ്പെടേണ്ടതാണെന്നും MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. ഇതൊക്കെ പ്രാകൃതവുമാണ്, അപലപിക്കേണ്ടതുമാണ്. ഇതൊന്നും നമ്മൾ വെച്ചു ഉറപ്പിക്കാൻ പറ്റില്ല. അതിന്റെ നിരോധിച്ചിട്ടുണ്ടല്ലോ. പുതിയതായിട്ട് വന്നിട്ടുള്ള ചില പുത്തൻ മതമൗലികവാദങ്ങളാണ് ഇതിന്റെയൊക്കെ പിന്നിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വിസ്ഡത്തിന്റെ കീഴിൽ മതപഠന ക്ലാസ് എന്ന രീതിയിൽ എല്ലാ ബുധനാഴ്ചയും സമാനമായ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. വിദ്യാർത്ഥികൾ സ്വന്തം താൽപര്യപ്രകാരം പങ്കെടുക്കുന്ന പരിപാടിയാണെന്നാണ് കോളേജ് അധികൃതരും വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. പാലക്കാട് ധോണിയിൽ പ്രഭാത സവാരിക്കിറങ്ങിയ നാട്ടുകാരനെ ഒറ്റയാൻ ചവിട്ടിക്കൊന്നു. സംഭവം വനംവകുപ്പിനെ അറിയിച്ച നാട്ടുകാരോട് എന്തിന് രാവിലെ നടക്കാനിറങ്ങി എന്ന് ചോദിച്ചത് കടുത്ത പ്രതിഷേധത്തിന് കാരണമായി. വന്യമൃഗശല്യം തടയണമെന്നും മോശമായി പെരുമാറിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് CPM പാലക്കാട് DFO ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ തീരുമാനമായി. ഇന്ന് രാവിലെ സുഹൃത്തുക്കളോടൊപ്പം പ്രഭാത സവാരിക്കിറങ്ങിയപ്പോഴാണ് ധോണി പയറ്റാൻകുന്നിൽ പ്രദേശവാസിയായ ശിവരാമൻ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ടത്. തുടർന്ന് പാടത്തേക്കിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്തുടർന്നെത്തിയ കാട്ടാന ചവിട്ടിക്കൊല്ലുകയായിരുന്നു. 5 ഞങ്ങൾ ഒരുമിച്ച് 9 ആൾ കൂടി നടക്കാൻ വരികയായിരുന്നു. അവർ രണ്ടാളും മുമ്പിൽ ഒരു 100 മീറ്റർ ഗ്യാപ്പിൽ പാസ് ചെയ്ത് പോകുമായിരുന്നു. ഞങ്ങൾ പുറകിലുണ്ട്. ആനയുടെ നിലവിളി കേട്ടിട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ആന പൊളിക്ക് കുത്തിയാനുള്ള പാടത്തിട്ടിരിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ വേണ്ടി പാടത്തേക്ക് ചാടി ആന ചവിട്ടി ആന കൊന്നിട്ട് ആന ഓടി. അവർ തൊള്ളിയിട്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓടി വന്നപ്പോൾ അവനവിടെ കയ്യിൽ പിടിച്ചിരുന്നു. സംഭവം വനം വകുപ്പിനെ അറിയിച്ചപ്പോൾ എന്തിന് നടക്കാനിറങ്ങിയെന്ന് ചോദിച്ചത് പ്രതിഷേധത്തിന് കാരണമായി. ആള് മരണപ്പെട്ട് കിടക്കുമ്പോ റോട്ടിലൂടെ നീ എന്തിനു നടന്നു എന്ന് ചോദിച്ച ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് നീക്കണം. 2-3 സ്ഥലത്തായിട്ട് ആക്രമണം നടന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ 2-3 വട്ടം ഉപരോധിക്കാൻ നോക്കിയതാണ്. ഇതിന് നടപടികൾ വ്യക്തമായിട്ട് കിട്ടുന്നില്ല. തുടർന്ന് CPMന്റെ നേതൃത്വത്തിൽ പാലക്കാട് DFO ഓഫീസ് ഉപരോധിച്ചു. BJP പ്രവർത്തകർ ഒലവക്കോട് ധോണി റോഡും ഉപരോധിച്ചു. മലമ്പുഴ MLA A പ്രഭാകരൻ, പാലക്കാട് DFO, RDO എന്നിവർ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടി പ്രദേശത്ത് നിന്ന് മാറ്റാമെന്നും മോശമായി പെരുമാറിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. ഇന്ന് തന്നെ ആ ആക്ഷനിലേക്ക് പോകും എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഉറപ്പ്. ആ കിട്ടിയ ഉറപ്പിനെ തുടർന്ന് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ഈ സമരം
നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. മരിച്ച ശിവരാമന്റെ കുടുംബത്തിന് ഇന്ന് തന്നെ ആശ്വാസധനം നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. മണിക്കൂറുകൾ നീണ്ട ഉപരോധ സമരത്തിനൊടുവിൽ അധികൃതർ നടപടി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ ശക്തമായ സമരം ഉണ്ടാകുമെന്ന് തന്നെ നാട്ടുകാർ പറയുന്നു. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. ധോണിയിൽ വനം വകുപ്പിനെതിരെ വൻ പ്രതിഷേധമാണ് ഉണ്ടായത്. കാട്ടാനയെ തുരത്താൻ കൊണ്ടുവന്ന കുങ്കിയാന കാട്ടാനയുമായി ചങ്ങാത്തത്തിലായെന്നും നാട്ടുകാർ പറഞ്ഞു. വന്യമൃഗശല്യം തടയാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതാണ് ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഭരണകക്ഷിയായ CPM തന്നെ പ്രതിഷേധത്തിനിറങ്ങിയതോടെ സമരം ശക്തമായി. ഞങ്ങൾക്ക് വിരോധമല്ല. ഈ ക്രൂരത ചെയ്ത ഉദ്യോഗസ്ഥൻ ആരാച്ചാൽ അയാൾ റിമൂവ് അയാൾ ഇനി യൂണിഫോമിലോ വനംവകുപ്പിലോ കാണരുത്. ഇവിടെ 3 ദിവസമായി ഈ ആന ഉണ്ട് എന്ന് അറിഞ്ഞിട്ട്, അപായം ഉണ്ടാക്കണ ആന ഉണ്ട് എന്ന് അറിഞ്ഞ് നടപടിയെടുത്തില്ല. ഈ ഓഫീസിന്റെ ചുമതല ആരാണോ അയാളുടെ പേരിൽ നടപടിയെടുക്കണം. ഇനി ഒരാള് ശവം വീഴരുത്, അതാ ഞങ്ങളുടെ. കാട്ടാനയെ തുരത്താൻ കുങ്കിയാനയെ കൊണ്ടുവന്നിട്ടും രക്ഷയില്ലെന്ന് നാട്ടുകാർ. സ്ഥിരം സന്ദർശകനാണ് കുങ്കിയാനയുടെ അടുത്ത്. ഈ ആനയെ വനംവകുപ്പ് പിടിക്കണില്ല. ആനയെ തളയ്ക്കാൻ കൊണ്ടുവന്ന ആനയുടെ കൂടെ ഭക്ഷണം കഴിച്ച് നിൽക്കുകയാണ്. ഈ ആനയെ പിടിക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം. അതിന്റെ ഭാഗമാണ് ഇപ്പുണ്ടായ സംഭവം. എന്തിന് നടക്കാനിറങ്ങിയെന്ന് ചോദിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ മലമ്പുഴ MLA രൂക്ഷ വിമർശനമുയർത്തി. ജീവൻ പൊലിഞ്ഞു കിടക്കുമ്പോൾ അവരോട് സംസാരിക്കേണ്ട ഒരു ഭാഷയില്ലേ? അത് ആദ്യം ഫോറസ്റ്റുകാർ പഠിക്കണം. ജനങ്ങളിത് പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഉണ്ട് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്തിനാ രാവിലെ നടക്കാൻ പോയി ചോദിക്കാൻ ഇയാളാരാ? വന്യമൃഗശല്യം തടയാൻ നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് വനം മന്ത്രി A.K. ശശീന്ദ്രൻ. വനം വകുപ്പിനെതിരെയുള്ള പ്രതിഷേധത്തിൽ സമരക്കാരുമായി സംസാരിക്കാൻ ജില്ലാ കലക്ടർ അടക്കമുള്ളവരെ ചുമതലപ്പെടുത്തി. ആ കാര്യത്തിൽ ഇടപെടാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമരം നടത്തുന്നവരുമായി ചർച്ച ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രായോഗിക നിലപാടുകൾ സ്വീകരിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ശരിയായ രീതിയിലുള്ള പ്രതികരണമല്ല ഉണ്ടായിട്ടുള്ളത് എന്ന ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ജനങ്ങളുമായി ഇടപെടുന്നതിൽ പ്രതിഷേധാർഹമായ നിലപാടുകളുണ്ടെങ്കിൽ അത് തീർച്ചയായും പരിശോധിക്കാമെന്ന് അവർക്ക് ഉറപ്പു നൽകണമെന്നും ഞാൻ ഇതിനകം നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ തുടരുന്നു. കണ്ണൂർ ചക്കരക്കലിൽ തെങ്ങ് വീണ വീട്ടമ്മ മരിച്ചു. റാബിയാണ് മരിച്ചത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വലിയ നാശനഷ്ടമുണ്ടായി. കൂത്തുപറമ്പിനടുത്ത വീട് തകർന്നു. കാസർഗോഡ് മലയോര മേഖലയിൽ വ്യാപക മണ്ണിടിച്ചിലുണ്ടായി. മധ്യകേരളത്തിലും വടക്കൻ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയെ തുടർന്ന് കാറ് ഒഴുക്കിൽപ്പെട്ട 9 മരണം. വാഹനത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ മാത്രമാണ് രക്ഷിക്കാൻ കഴിഞ്ഞത്. രാമനഗറിലെ ധേല നദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെ പോകുമ്പോഴാണ് അപകടമുണ്ടായത്. നദിയിലെ വെള്ളം ഉയർന്നതിനെ തുടർന്ന് കാറ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പാർട്ടി ചിഹ്നം നഷ്ടമാകാതിരിക്കാൻ നീക്കങ്ങളുമായി ശിവസേന. വില്ലും അമ്പും ചിഹ്നം ശിവസേനയുടേതാണെന്നും അത് എന്നും അങ്ങനെ തന്നെയായിരിക്കുമെന്നും മാതോശ്രീയിൽ വിളിച്ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഉദ്ധവ് താക്കറെ പറഞ്ഞു. ഏക്നാഥ് ഷിൻഡെയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ച ഗവർണറുടെ നടപടിക്കെതിരെ ശിവസേന നൽകിയ ഹർജി തിങ്കളാഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. കണ്ണൂർ സർവകലാശാലയിൽ പുനഃസംഘടിപ്പിച്ച പഠന ബോർഡുകൾക്ക് അംഗീകാരമില്ല. അംഗീകാരം നൽകണമെന്ന കണ്ണൂർ VCയുടെ ശുപാർശ ഗവർണർ തള്ളി. സർവകലാശാല ചട്ടപ്രകാരം ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കാണ്. കണ്ണൂർ സർവകലാശാല ആരംഭിച്ച 1996 മുതൽ വിവിധ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളെ ഗവർണറാണ് നാമനിർദ്ദേശം ചെയ്തിരുന്നത്. എന്നാൽ ഇതിന് കടകവിരുദ്ധമായി കഴിഞ്ഞ വർഷം സർവകലാശാല തന്നെ നേരിട്ട് വിവിധ ബോർഡ് അംഗങ്ങളെ നിശ്ചയിക്കുകയായിരുന്നു. ഇതോടെ പഠന ബോർഡുകളിൽ സീനിയർ അധ്യാപകരെ ഒഴിവാക്കി സർവീസ് കുറഞ്ഞവരെയും സ്വാശ്രയ കോളേജ് അധ്യാപകരെയും മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെയും നാമനിർദ്ദേശം ചെയ്തിരുന്നതായും ആക്ഷേപമുയർന്നു. സർവകലാശാലയുടെ നടപടി ചോദ്യം ചെയ്ത് അക്കാദമിക് കൗൺസിൽ അംഗം നൽകിയ പരാതിയിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് നിയമനം ഹൈക്കോടതിയും റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ്
അംഗീകാരം നൽകണമെന്ന കണ്ണൂർ VC-യുടെ ശുപാർശ ഗവർണർ തള്ളിയത്. താൻ നടത്തേണ്ട നാമനിർദ്ദേശങ്ങൾ സർവകലാശാലയ്ക്ക് എങ്ങനെ നടത്താനാകുമെന്ന ചോദ്യമാണ് ഗവർണർ ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച വിശദീകരണം നൽകാനും VC-ക്ക് നിർദ്ദേശം നൽകി. വിവിധ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതിലുൾപ്പെടെ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പഠന ബോർഡുകളിൽ സീനിയർ അധ്യാപകരെ മാത്രമേ ഗവർണർ നാമനിർദ്ദേശം ചെയ്യാവൂ എന്ന് ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ഗവർണറെ സമീപിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.